ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎയിലേക്കാണ് പോകുന്നത്. എംഎൽഎ രാവിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെയും പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഒരു നാടൊന്നാകെ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ കാത്തിരിക്കുകയാണ്. രാവിലത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്പമെങ്കിലും രക്ഷാപ്രവർത്തനത്തിന്റെ തോത് മാറി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല എപ്പോഴും നടക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായ ഉടനെ മണിക്കൂറുകൾക്കകം ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട്. ഉടനടി ഇടപെടുന്ന ഒരു അവസ്ഥയുണ്ട്. NDRF സംഘങ്ങളും ഫയർഫോഴ്സ്, അതേമാതിരി ഫയർഫോഴ്സ് എത്ര ജീവനുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫയർഫോഴ്സ് അവിടെ വന്നിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. ഇന്നാണ് അവർ വന്നിട്ടുള്ളത്. അത് വല്ലാത്തൊരു അനാസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. കാരണം ഒരു മനുഷ്യജീവന് വിലയില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും വളരെ വലുതാണ്. ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകണത് നമ്മൾ, അതിൻ്റെ ഒരു സന്തോഷം ചെറുതായിരിക്കില്ലല്ലോ. അത് കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ള വലിയ പോരായ്മയുണ്ട്. ഒരുപാട് പ്രതികൂലമായ അവസ്ഥയുണ്ട്. കൊങ്കൺ മേഖലയിൽ എല്ലാ സ്ഥലത്തും വലിയ തോതിലുള്ള മഴ പെയ്തു കൊടുക്കും. വെസ്റ്റ് കോസ്റ്റ് മൊത്തത്തിൽ മഴ പെയ്യുന്നു, ബോംബെ വരെ. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പരിശ്രമം അതിൻ്റെ ഒരു ഭാഗമായിരിക്കണ്ടേ. ഇന്നിപ്പം നേവി വന്ന് നോക്കിയിട്ട് ആ പുഴയിൽ അങ്ങനെ ഒരു ലോറി കിടക്കുന്നില്ല എന്നാണ് അവരുടെ ഡൈവേഴ്സ് പുഴയ്ക്കടിയിലൊക്കെ പോയി പരിശോധിച്ചിട്ട് അവർ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. അപ്പം ഇവിടെ മണ്ണിനടിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഫോണ് ബെല്ലടിച്ചിരുന്നല്ലോ ഇത്രയും കാലം. അതുപോലെ അവരുടെ ഇതിലൊക്കെ കിട്ടിയിരുന്നതാണ്. പക്ഷേ അതൊന്നും വേണ്ടത്ര നമുക്ക് പ്രതീക്ഷയ്ക്ക് അനുസരിച്ച നിലയിലൊരു പ്രവർത്തനം അവർ കാഴ്ചവെച്ചില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. വലിയ സങ്കടമുണ്ട്. ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള, കാരണം ആ പ്രദേശത്തെ കണ്ണാടിക്കൽ പ്രദേശത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആ നാട്ടുകാർ മൊത്തം ആ വീട്ടിൻ്റെ പരിസരത്ത് നിൽക്കുകയാണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം അതീവ ദുഃഖത്തോടു കൂടിയേ നമുക്ക് കേൾക്കാനാവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ആമേഴഞ്ചാൻ തോട്ടിലൊക്കെ നടന്ന രക്ഷാപ്രവർത്തനം, ജോയിയുടെ കുടുംബത്തിന് അവസാന ഘട്ടത്തിൽ വരെ വലിയ പ്രതീക്ഷ അദ്ദേഹം ജീവനോടെ തിരിച്ചു വരുമെന്ന് നമ്മൾ നൽകുന്ന നിലയ്ക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇതിൽ കൂടുതൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ നിലയ്ക്കുണ്ടായി. അല്ലെങ്കിൽ ഈ ലോറി ഡ്രൈവറായിട്ടുള്ള അർജുൻ, ആ ലോറിയുടെ ഉടമകളടക്കം ആ സ്ഥലത്തെത്തി നിങ്ങൾ ഇവിടെ ഒന്ന് തിരയൂ, ഇത് സിഗ്നൽ സംവിധാനം അനുസരിച്ച് ഞങ്ങൾ പറയുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ പുച്ഛത്തോടു കൂടിയുള്ള മനോഭാവമാണ് എന്നാണ് ആ കുടുംബവും അർജുനോട് ബന്ധപ്പെട്ടവരും നമ്മളോട് നേരിട്ട് പ്രതികരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്ക് ഏറ്റവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഓരോ നിമിഷങ്ങളും അതാണ്, വളരെ വലുതാണ്. ആ ഒരു പ്രവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ കാഴ്ചവെക്കേണ്ടത്. അതൊന്നും കാണാൻ സാധിച്ചില്ല. നമുക്ക് വളരെ സങ്കടമുണ്ട്, വളരെ ദുഃഖമുണ്ട്. അതിൽ ഇത് തന്നെ ഇപ്പം നമ്മുടെ മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും ഗണേഷ് കുമാറും ഒക്കെ വലിയ തോതിൽ ഇടപെട്ടു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചീഫ് സെക്രട്ടറിയെ വിളിച്ച് എല്ലാ ഏർപ്പാടുകളും നടത്തണമെന്ന് പറഞ്ഞ് എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ഒരുവിധ ആളുകളൊക്കെ കർണാടകയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി തൊട്ട് താഴോട്ടുള്ള എല്ലാവരുമായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്രയും താമസം വന്നു എന്നുള്ളത് വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു സ്ഥലത്തും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ആരുടെ ജീവനും ഏത് ആളതായാലും അത് വളരെ വിലപ്പെട്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം നമുക്ക് വേണ്ടത്. അതിൽ പോരായ്മ വലിയ തോതിലുണ്ട് എന്നുള്ള വാസ്തവമാണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ഇതിപ്പോൾ അർജുൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് നൽകുന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് ഈ കർണാടകത്തിൽ നിന്നും നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഒരു സംഭവത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ ഒരു കൃത്യമായ കണക്ക് പോലും ഇപ്പോൾ കർണാടകയുടെ കൈവശമില്ല എന്നുള്ളതല്ലേ വസ്തുത? അവരൊരു ഇരുട്ടിൽ തപ്പുന്ന നിലപാടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം പല ലോറികളും ഇതിൽ പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്കാർക്കും അറിയില്ലല്ലോ. കാറ് പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഒരു വിവരവും യഥാർത്ഥത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ചെറിയ തോതിൽ ഇങ്ങനെ ഇപ്പം ഞാൻ കാണാനിടയായി, ഇപ്പം TV കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. JCB ഇതൊക്കെ വെച്ച് ചെറിയ തോതിൽ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ നീക്കിയാൽ ഇനിയും ഇടിച്ചിലുണ്ടാവുമെന്ന് പറയുന്നു. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഒന്നും ചെയ്തില്ല അവർ. വലിയ സങ്കടമുണ്ടോ അതിൽ ശരിക്കും പറഞ്ഞാൽ. വളരെ വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെടാനിടയാവുന്നത്. കേരളം അതിന് വലിയ മാതൃകയാണ്. നമ്മൾ എത്ര
പ്രശ്നങ്ങളിലാണ് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇതാക്കുന്നത്. ഈ കേസിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു. എന്നിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരും ഇടപെട്ടില്ലേ, തിരിഞ്ഞു പോലും നോക്കലുണ്ടാവില്ല. തീർച്ചയായും.